കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നോയമ്പിലെ ഓരോ ദിവസം കർത്താവായ യേശു മിശിഹായെ സ്വീകരിച്ചുകൊണ്ട്, കർത്താവായ യേശു മിശിഹായുടെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട്, കർത്താവായ യേശു മിശിഹായെ പോലെ മറ്റൊരു ക്രിസ്തുവായി, മറ്റൊരു വചനമായി ഈ ലോകത്തിലേക്ക് ഈ നോയമ്പ് സമയത്ത് ഓരോ വിശ്വാസിയും ദൈവനാമത്തെ പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ഒരുമിച്ച് ജീവിച്ച് നമ്മൾ ഓരോ വ്യക്തികളും കർത്താവായ യേശു മിശിഹായുടെ സന്നിധിത്തിലേക്ക് കടന്നു വരികയും സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം പോലെ നമ്മൾ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ഈ ഭൂമി മുഴുവനും എല്ലാ വ്യക്തികളും കർത്താവായ യേശു മിശിഹ പഠിപ്പിച്ച വഴിയിൽ കൂടെ പിതാവായ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിലെല്ലാം നമ്മളെ ഭരമേൽപ്പിച്ചതുപോലെ ആ ഭരമേൽപ്പിച്ചതെല്ലാം അനുഗ്രഹമാണെന്ന് വിശ്വാസപൂർവ്വം അതിലെല്ലാം കൂടി കയറിയിറങ്ങി അതിൻ്റെ എല്ലാം മനോഹരത ആസ്വദിച്ചുകൊണ്ട് കർത്താവ് സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്നും അത് നമുക്ക് വേണ്ടിയാണെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ലോകത്തിൽ പാപവും സാത്താനും അന്ധകാരവും പൈശാചിക ശക്തികളിൽ നിന്ന് എല്ലാം മാറി നിന്ന് ദൈവത്തെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നോയമ്പിലെ ചിന്താ വിഷയമായി നമ്മൾ എടുത്തിരിക്കുന്ന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവായ യേശു മിശിഹ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു സ്വഭാവത്തെ നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ച സ്വഭാവം അതേപടി നിങ്ങളും അത് തന്നെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധ കുർബാന കർത്താവായ യേശു മിശിഹ സ്ഥാപിച്ചപ്പോൾ അതിനുശേഷം കർത്താവായ യേശു മിശിഹ പറഞ്ഞൊരു വാക്യമുണ്ട്, നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ മുമ്പാകെ കർത്താവായ യേശു മിശിഹ കാണിച്ച വഴി കൂടെ നടക്കണം എന്നാണ് ഒരു സത്യവിശ്വാസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 48-ാം വാക്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ. അപ്പോൾ എൻ്റെ പിതാവ് പൂർണ്ണതയിലെത്തിയൊരു വ്യക്തിയാണ്. എൻ്റെ പിതാവ് എല്ലാം നോക്കിക്കണ്ട അനുഗ്രഹമാണ്. അപ്പോൾ പിതാവിൻ്റെ മക്കളായ നമ്മൾ എന്തുകൊണ്ട് ആ പൂർണ്ണതയിൽ ജീവിക്കുന്നില്ല? എന്തുകൊണ്ട് ആ അനുഗ്രഹത്തിൽ ജീവിക്കുന്നില്ല? എന്തുകൊണ്ട് ആ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവനാമത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല? പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനി പിതാവിനെ പോലെ തന്നെ പൂർണ്ണതയിൽ എത്തണം. അപ്പോൾ ഈ ലോകത്തിൽ പാപം കാണത്തില്ല. എവിടെ നോക്കിയാലും പ്രകാശം, എവിടെ നോക്കിയാലും സ്നേഹം, എവിടെ നോക്കിയാലും സമാധാനം, എവിടെ നോക്കിയാലും അനുഗ്രഹം, ശാപമൊന്നും കാണത്തില്ല. മനുഷ്യനിടയിൽ സ്നേഹവും സമാധാനവും പ്രാർത്ഥനയും അനുഗ്രഹങ്ങൾ മാത്രം കാണും. പ്രിയമുള്ളവരെ, ഇതിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. നമ്മൾ കൃത്യമായിട്ട് മറ്റ് സുവിശേഷ ഭാഗത്തിലും നമ്മൾ കേട്ടിട്ടുള്ളൊരു ഭാഗ്യമാണല്ലോ, അയൽക്കാരനെ സ്നേഹിക്കണം, ശത്രുവെ ദ്രോഹിക്കണം, അല്ലെങ്കിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുമായിരിക്കും ഈ പ്രതികാരം എവിടുന്ന് വന്നു? മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു വാക്യമാണ് പ്രതികാരം. അവൻ എന്നെ വേദനിപ്പിച്ചു, അപ്പോൾ ഇന്ന് മുതൽ ഞാനും അവനെ വേദനിപ്പിക്കും. കുരിശിൽ കടന്ന ഈശോ എത്ര വേദന സഹിച്ചിട്ടും, എത്ര അടി ഏറ്റിട്ടും, എത്ര അടിയുടെ വേദന ശരീരത്തിൽ എത്ര മുറിവായി കടന്നിട്ടും കർത്താവ് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല, നീ നോക്കടാ, നിന്നെ ഞാൻ കാണിച്ചു തരും, അല്ലെങ്കിൽ 3 ദിവസം കഴിയട്ടെ, ഞാനൊന്ന് എഴുന്നേക്കട്ടെ, നിന്നെല്ലാം ശരിയാക്കുന്നുണ്ട്. ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കെട്ടിയ അടികൾ സ്വീകരിച്ചു, കെട്ടിയ അപമാനികൾ സ്വീകരിച്ചു, മുഖത്ത് തുപ്പി, ഒന്നും ചെയ്തില്ല, സ്വീകരിച്ചു. എന്തു ചെയ്യാൻ പറ്റും? സ്വീകരിക്കണം, അതല്ലേ നമ്മുടെ ദൗത്യം. എന്തു ചെയ്യാൻ പറ്റും? സ്വീകരിക്കും. അപ്പോൾ ഓരോ ക്രിസ്ത്യാനി ചെയ്യേണ്ട ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. ഓരോ ക്രിസ്ത്യാനി കർത്താവിൻ്റെ നാമത്തിൽ ജീവിച്ചുകൊണ്ട്, എല്ലാം സഹിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി, നല്ലൊരു ക്ഷമയുള്ളൊരു വ്യക്തിയായി, ക്ഷമയോടെ മുമ്പോട്ട് പോയി എല്ലാ വ്യക്തികളെയും സ്നേഹിക്കണം. ചുങ്കക്കാരനും പാപികളും ചെയ്തതുപോലെ തന്നെ നമ്മളും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് നമ്മൾ മാറി ചിന്തിക്കുന്നില്ല? ചുങ്കക്കാരൻ ചെയ്ത തെറ്റ്, ഞാൻ ആ തെറ്റ് ചെയ്യുന്നില്ല. എനിക്കൊരു തെറ്റ് പറ്റി, പക്ഷെ എനിക്കതിൽ നിന്ന് മാറാം. തെറ്റിൽ നിന്ന് ഉപേക്ഷിച്ചു ദൈവസന്നിധിയിൽ തിരിച്ചു വരാം.
പക്ഷെ അതേ സമയത്ത് ഒരു വ്യക്തി എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ തിരിച്ച് വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈശോ ആണ് നമ്മളെ സ്നേഹിക്കുന്നത്, ഈശോ ആണ് നമ്മളെ നയിക്കുന്നത്, ഈശോയുടെ ശക്തിയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. പ്രിയമുള്ളവരെ, സഹോദരനെ മാത്രം സ്നേഹിക്കാനല്ല, ലോകം മുഴുവനും സ്നേഹിക്കാനും ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ സമാധാനവും ശാന്തിയും നൽകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഈ നോയമ്പ് സമയത്ത് നമുക്ക് കൂടുതൽ ഈശോയിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ വചനത്തിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ വചനം നമ്മളെ കൂടുതൽ അനുഗ്രഹത്തിലേക്കും കൂടുതൽ ദൈവികമായ സ്നേഹത്തിൽ ചേർക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം കൂടുതൽ പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നോയമ്പ് ജീവിതം ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരുമിച്ച് ഒരേപോലെ സ്നേഹിച്ചു അവരുടെ ആധ്യാത്മികമായ ജീവിതത്തിലെ വളർച്ചയ്ക്ക് വേണ്ടിയും അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും അവർക്ക് തെറ്റ് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോയമ്പ് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ നോയമ്പിൽ പ്രത്യേകമായ എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.